ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ്ക്ട്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചായിട്ട് ഇതുപോലൊരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് വരുന്നത്, അതുപോലെ ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഫിക്സ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇതേപോലെയാണ് വരുന്നത്. ഞാനിപ്പോൾ മറ്റൊരു ആപ്ലിക്കേഷൻ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇതുപോലെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ താഴെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ട്, ഇറ്റ്സ് സീംസ് ദാറ്റ് അനദർ ആപ്പ് ഈസ് ബ്ലോക്കിംഗ് ആക്സസ് ടു ഗൂഗിൾ പ്ലേ, ടേൺ ഓഫ് എനി ആപ്സ് ദാറ്റ് മിക് ടു ബി ഡ്രോവിങ് ഓവർ ദ സ്ക്രീൻ ആൻഡ് ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മളെ ഫോണിലുള്ള മറ്റേതൊരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിനായിട്ടുള്ള ആക്സസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്ലേ സ്റ്റോറിൻ്റെ ആ ഒരു ആക്സസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റാത്തത്. അതുപോലെ സ്ക്രീനിൽ വരാനിടയുള്ള ആപ്പുകളൊക്കെ ഓഫാക്കി വീണ്ടും ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അതായത് സ്ക്രീന് റിലേറ്റഡ് ആയിട്ട് സ്ക്രീനിൽ പോപ്പപ്പ് പോലെ വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പെർമിഷനൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷനാണെന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ആപ്പിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആപ്പിലോട്ട് ഞാൻ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ഫോണിലുള്ള കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഈ ഒരു ഭാഗത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിവിടെ സൈഡിലൊരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും സ്പെഷ്യൽ ആക്സസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ കൂടി ഇവിടെ എടുക്കുക. ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ നമുക്കിവിടെ സെർച്ച് ബാർ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ സ്പെഷ്യൽ ആക്സസ് എന്ന് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സ്പെഷ്യൽ ആക്സസിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മൂന്നാമത്തെ കാണുന്ന ഒരു ഓപ്ഷൻ, അതായത് ഡ്രോ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചില ഫോണിൽ, ഇതിപ്പോൾ ഹുവാവിയുടെ ഒരു ഫോണിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചില സാംസങ്ങിൻ്റെ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പിയർ ഓൺ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആവും കാണാൻ പറ്റുക. അതുപോലെ ചില ഫോണിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള ചില ആപ്ലിക്കേഷനുകളൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പെർമിഷനുകൾ, അപ്പോൾ ഇപ്പോൾ ഇതിലൂടെ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ ഇതിൽ ചില ആപ്ലിക്കേഷൻ ഇവിടെ നോ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓഫായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഫോണിൽ ഏതൊക്കെ ഇതിൽ യെസ് കാണിക്കുന്നുണ്ട് അതിലൊക്കെ അത് ഓൺ ആയിട്ടാവും കിടക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഓഫാക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മളാ ഒരു പ്ലേ സ്റ്റോർ ഇവിടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. അപ്പോഴും ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ കാരണമല്ല. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം ഇതുപോലെ ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഏത് ആപ്ലിക്കേഷൻ കാരണമാണ് ആ ഒരു പ്രോബ്ലം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് നമ്മളെ സ്ക്രീനിൽ ഒരു പോപ്പപ്പ് പോലെ വരുന്നത്, അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഫോണിലൊരു സ്ക്രീൻ റെക്കോർഡർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ അവിടെ കാണാൻ പറ്റും ഒരു പോപ്പപ്പ് പോലെ സ്ക്രീനിൻ്റെ ഈ ഒരു സൈഡിൽ കാണാം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ, AZ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇതിവിടെ ഓഫ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ബാക്കിലോട്ട് പോയി ഞാൻ ഈ ഒരു ഇത് വീണ്ടും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ഒരു പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു AZ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാരണമാണ് ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ മറ്റേതെങ്കിലും സ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ക്രീനിൽ ഇതുപോലെ പോപ്പപ്പ് അങ്ങനെ എന്തെങ്കിലുമുള്ള ആപ്ലിക്കേഷനുകളിൽ ഈ ഒരു ഇത് ഓഫാക്കുക. ഇനി അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.